എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ HSA സോഷ്യൽ സയൻസിലെ കുറച്ച് PYQs ആണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് HSA സോഷ്യൽ സയൻസിന് വിവിധ മീഡിയങ്ങളിൽ മലയാളത്തിലും കന്നഡയിലും തമിഴിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളുടെ PYQ ഡിസ്കഷന്റെ പാർട്ട് 4 ആണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ റഷ്യൻ റവല്യൂഷൻ വരേക്കുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ അതായത് വേൾഡ് ഹിസ്റ്ററിയിലെ പാർട്ട് B മൊഡ്യൂൾ നമ്പർ 1 വേൾഡ് ഹിസ്റ്ററിയിലെ അവസാനത്തെ യൂണിറ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് 2 വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ആണത്. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വേൾഡ് വാറും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റഷ്യൻ റവല്യൂഷൻ വരേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ തുടക്കത്തിൽ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വേൾഡ് വാറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓർഡറിലാക്കാനുള്ള ഒരു ചോദ്യമാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് വരും. മാച്ച് ദ ഫോളോയിങ്, അതുപോലെ തന്നെ പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ചോദ്യങ്ങൾ. ഇതിൽ കുറേയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു പുതിയൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: ലോക ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ കൃത്യമായ ടൈം ലൈൻ എന്താണ്? അത് ഏത് ഓർഡറിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ആ ഓർഡർ നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യം 2016 ചോദിച്ചിട്ടുള്ളതാണ്. 2016 കന്നഡ മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് HSA സോഷ്യൽ സയൻസിന്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജസ്റ്റ് കൂടുതൽ നിങ്ങൾ തല പോയഞ്ഞ് ആലോചിക്കേണ്ടതോ ഒന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ബെർലിൻ മതിലിന്റെ നാശം, അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം, റഷ്യൻ വിപ്ലവം. സോ ഇത് മൂന്നുമായിട്ടും എന്താ പറയുന്നത്, റഷ്യക്ക് ഒരു കണക്ഷൻ, ഇത് 4ഉമായിട്ട് റഷ്യക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ നമുക്കതാണ് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, സോ പറയൂ, ഏതാണ് ആദ്യം വരിക? സോവിയറ്റിന്റെ തകർച്ചയാണോ, ബെർലിൻ മതിലിന്റെ നാശമാണോ, അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശമാണോ, റഷ്യൻ വിപ്ലവമാണോ? ഇതിൽ ആദ്യം ഏതാ വരിക? പറയൂ, ആദ്യം വരുന്നത് ഏതാണ്? ഇതിൽ ആദ്യം വരുന്ന സംഭവം ഏതാണ്? ജസ്റ്റ് തിങ്ക് ചെയ്താൽ തന്നെ മതി. കാരണം എന്താണ്, ഈ റഷ്യൻ വിപ്ലവം നടക്കുന്നു 1917. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നു. അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരെ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. അലക്സാണ്ടർ കെരൻസ്കിയും അതുപോലെ തന്നെ ലെനിനും. ഓക്കെ, സോ ഇവർ 2 പേരുണ്ട്. അതിനുശേഷം പിന്നീട് ആദ്യം കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നത്. മെൻഷവിക്കുകളാണ് അധികാരത്തിൽ വരുന്നത്. ഫെബ്രുവരി റവല്യൂഷൻ നടക്കുന്നു. ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റഷ്യ പണ്ട് മുതൽക്കേ ജൂലിയൻ കലണ്ടർ ആണ് ഫോളോ ചെയ്യാറ്. നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടറിന്റെ പേര് ഗ്രിഗേറിയൻ കലണ്ടറാണ്. ഓക്കെ, ഒരു പോപ്പ് ആയിട്ടുണ്ടായിരുന്ന പോപ്പ് ഗ്രിഗറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കലണ്ടറാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ജൂലിയൻ കലണ്ടർ, റഷ്യ പണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. ഈ ജൂലിയൻ കലണ്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ജൂലിയൻ കലണ്ടർ ശരിക്കും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്
അതിന്റെ അത് മെയിനായിട്ട് അത് ഡിസൈൻ ആ കലണ്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റോമിലെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന റോമിനെ എന്താ പറയുന്നത്, റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു നെടുന്തൂൺ, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ ഇന്ന് കാണുന്ന റോമൻ സാമ്രാജ്യമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന ആളാണ് അതിനെ പിന്നിൽ. നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ്സിലൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹമാണ് റോമൻ സാമ്രാജ്യം. ഇപ്പോൾ അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിന്റെ എന്താ പറയുന്നത് ടെറിട്ടറി ഒക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോ ഈ എന്താണ് പറയാ, നമ്മളുടെ ഈ ഫ്രാൻസിലോട്ടൊക്കെ റോമൻ എംപയറിനെ മെയിനായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പോ ഗോൾ, ഫ്രാൻസിന്റെ ആദ്യത്തെ പേരാണ് ഗോൾ. ഓക്കെ, അപ്പൊ ആ ഗോളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ റഷ്യ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കലണ്ടർ, ഈ ജൂലിയൻ കലണ്ടർ ശരിക്കും മെയിനായിട്ട് അത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല, ജൂലിയസ് സീസറാണ്. ജൂലിയസ് സീസറാണ് ഈ കലണ്ടർ ശരിക്കും ഡെവലപ്പ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു കലണ്ടർ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കലണ്ടർ അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത് ഏകദേശം ഒരു 45 BCE-യിലാണ് അദ്ദേഹം അത് ഡിസൈൻ ചെയ്യുന്നത്. അദ്ദേഹം അത് ഡിസൈൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് റോം ആ ഒരു കലണ്ടറാണ് മെയിൻലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കലണ്ടർ പോലെ തന്നെ അതിനൊരു ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളും അവരും തമ്മിൽ ഏകദേശം അതായത് നമ്മളുടെ ഗ്രിഗേറിയൻ കലണ്ടറും അതുപോലെ തന്നെ ഈ ജൂലിയൻ കലണ്ടറും തമ്മിൽ ഏകദേശം ഒരു 13 ഡേയ്സിന്റെ ഒരു ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒരു 13 ദിവസത്തെ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് ഇന്നിപ്പോ 13-ാം തീയതിയാണ് നമുക്ക് ഇന്ന് ആവുന്നത് എന്നുണ്ടെങ്കിൽ, റഷ്യയിൽ ശരിക്ക് 1-ാം തീയതിയോ അല്ലെങ്കിൽ 30-ാം തീയതിയോ ആയിരിക്കും. ആ ഒരു ഗ്യാപ്പ്, ഒരു 13 ദിവസത്തെ ഒരു ഗ്യാപ്പ് മെയിൻലി ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ റഷ്യൻ വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിലാണ്. പക്ഷെ റഷ്യക്കാരുടെ രീതിയിൽ ഫെബ്രുവരിയുടെ അവസാനത്തെ വീക്കിലാണ് അത് ഫെബ്രുവരി റവല്യൂഷൻ റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1917 ഫെബ്രുവരി റവല്യൂഷൻ, പിന്നെ ഒക്ടോബർ റവല്യൂഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബറിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇയാളുടെ നേതൃത്വത്തില്, ലെനിന്റെ നേതൃത്വത്തില്, അതുപോലെ തന്നെ ലെനിനും ട്രോട്സ്കിയും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രോട്സ്കി ലെനിൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് മറ്റേ ഒക്ടോബർ വിപ്ലവം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ വിപ്ലവം നവംബറിൽ നടക്കുന്നു, പക്ഷെ റഷ്യയിൽ അത് ഒക്ടോബറിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഓപ്ഷൻ ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. കാരണം 1917 റഷ്യൻ വിപ്ലവം നടന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് എന്തായിട്ടുണ്ടായിരുന്നത്, ഈ സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ സോവിയറ്റുകൾ അഫ്ഗാൻ പിടിച്ചടക്കുന്നതൊക്കെ അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ആദ്യം റഷ്യൻ വിപ്ലവം നടക്കുന്നു. അതിനുശേഷം സോവിയറ്റുകൾ അഫ്ഗാൻ പിടിച്ചടക്കുന്നു. എന്നിട്ടാണ് അഫ്ഗാനെ താലിബാനിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് റഷ്യ അഫ്ഗാൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന് പിന്നിൽ വേറെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. ഓക്കെ, ദെൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ച, അതിനുശേഷം അഫ്ഗാൻ പിടിച്ചടക്കുന്നു. അതിനുശേഷം പിന്നീട് ബെർലിൻ മതിലിന്റെ നാശം, അതായത് ബെർലിൻ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് കോൾഡ് വാർ ഒക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ജർമ്മനിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ മതിലാണ് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതില് എന്താണ്, ഈസ്റ്റ് ജർമ്മനി റഷ്യയുടെ കയ്യിലും വെസ്റ്റ് ജർമ്മനി അമേരിക്കയുടെ കയ്യിലുമായിരുന്നു. അങ്ങനെയാണ് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പിന്നീട് തകർക്കുന്നുണ്ട്. ആ ഒരു ബെർലിൻ വാള് തകർക്കുന്നുണ്ട്. സോ അതാണ് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മൂന്നാമത്തത് വരും. ഓക്കെ, ഇത് 3, ദെൻ ഇത് 2, റഷ്യൻ വിപ്ലവം ഫസ്റ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ. പിന്നെ 1990-കളിൽ എന്ത് സംഭവിക്കുന്നു? സോവിയറ്റ് യൂണിയൻ തകരുന്നു ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ. നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, പെരിസ്ട്രോയിക്ക,
ഗ്ലാസ് നോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് മെത്തേഡുകളുണ്ട്. ഓക്കെ, ഗോർബച്ചേവ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ, അതാണ് പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുണ്ടായിരുന്ന ആ, റഷ്യ ക്യാപിറ്റലിസത്തിന് വഴിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ ഫോറിൻ പോളിസി, ഫോറിൻ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് റഷ്യ. സോ ഇതേ തുടർന്നിട്ടൊക്കെയാണ് എന്താകുന്നത്, റഷ്യ പാടെ തകരുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക: റഷ്യൻ വിപ്ലവം, അഫ്ഗാൻ ആക്രമണം, പിന്നെ ബെർലിൻ വാള്, പിന്നെ എന്ത് നടക്കുന്നു, സോവിയറ്റ് യൂണിയന്റെ തകർച്ച നടക്കുന്നു. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമുക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇത്. നമ്മളുടെ കോൾഡ് വാറും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ഈ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി മാത്രമല്ല പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്, ഒരു ചോദ്യമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ കോൾഡ് വാർ, USSRന്റെ ഡിസിന്റഗ്രേഷൻ, ഇതൊക്കെ നമുക്ക് നമ്മളുടെ HSA സോഷ്യൽ സയൻസ് സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഒരു ഓർഡർ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഓക്കെ. സോ നമുക്കിനി അടുത്തൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് 2016 HSA സോഷ്യൽ സയൻസ് കന്നഡ മീഡിയത്തിലാണ്. സോ ചോദ്യം ഇങ്ങനെയാണ്: പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. അതായത് 5-year പ്ലാൻ. 5-year പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണോ, സോവിയറ്റ് യൂണിയൻ ആണോ, ചൈനയാണോ, ഇന്ത്യയാണോ? ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്, ഇപ്പോൾ പഠിച്ചിട്ടുള്ളതുമായിരിക്കും. സോ നിങ്ങൾക്കറിയാം, ഇന്ത്യ 5-year പ്ലാൻ ഫോളോ ചെയ്യാറുണ്ട്. സോ ഇന്ത്യയുടെ 5-year പ്ലാൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇവിടുത്തെ ചോദ്യം, ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം, ഇന്ത്യ ഈ 5-year പ്ലാൻ ഏത് രാഷ്ട്രത്തിന്റെ അടുത്ത് നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ഇന്ത്യ, ഇതിൽ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് 5-year പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. സോ അമേരിക്ക എന്തായാലും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അമേരിക്ക നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നുള്ളത് ഇന്ത്യ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക്, കാരണം ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ അടുത്ത് നിന്ന് 5-year പ്ലാൻ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായത്. നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് അത് അഡോപ്റ്റ് ചെയ്യുകയും ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചിട്ടും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്ലാനിംഗ് കമ്മീഷൻ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ്, അത് CMമാര്, ഇവരെല്ലാവരുമാണ് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷനിൽ ഉണ്ടാവാറ്. സോ ആ പ്ലാനിംഗ് കമ്മീഷൻ ആണ് ശരിക്കും പഞ്ചവത്സര പദ്ധതിയിലൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഏജൻസി എന്ന് പറയുന്നത്. ഇപ്പൊ അത് ഈ പ്ലാനിംഗ് കമ്മീഷനൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അത് നീതി ആയോഗ് എന്നൊക്കെയുള്ള പേരിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. സോ ഇന്ത്യ എന്തായാലും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇന്ത്യയെ നമുക്ക് ഈസി ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് രണ്ട് രാജ്യങ്ങളാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയനും ഉണ്ട്, ചൈനയുണ്ട്. സോ അപ്പൊ ഇതിൽ ഏത് രാഷ്ട്രത്തിന്റെ അടുത്ത് നിന്നാണ് 5-year പ്ലാൻ ഇന്ത്യ സ്വീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ 5-year പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ പറയൂ, ഏതാണ്, സോവിയറ്റ് യൂണിയൻ ഓർ ചൈന? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരം കിട്ടും. ഓക്കെ, കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉത്തരം ഏതാണ്. ചൈനയും എന്തായാലും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സോവിയറ്റ് യൂണിയൻ ആണ് അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം. ഓക്കെ, USSR ആണ് അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 5-year പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് USSR ആണ്. സോ റഷ്യയില് ലെനിൻ അധികാരത്തിൽ വന്ന സമയത്ത് ചെറിയ തോതിലുള്ള പ്ലാനിങ്ങും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 5-year പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി ശരിക്കും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് സ്റ്റാലിന്റെ സമയത്താണ്. സ്റ്റാലിൻ റഷ്യയിൽ ഭരണം നടത്തുന്ന സമയത്താണ് ഈ പഞ്ചവത്സര പദ്ധതിയൊക്കെ വ്യാപകമാവുന്നത്. ഓക്കെ, തുടക്കക്കാരൻ ലെനിനാണ്, പക്ഷെ അത് പഞ്ചവത്സര പദ്ധതി എന്നുള്ള രീതിയിലോട്ട് ഫോർമാറ്റ് മാറ്റിയിട്ട്
കൂടുതൽ എന്താ പറയുന്നത്, കൂടുതൽ ശക്തമായ രീതിയിൽ അത് റഷ്യയിൽ ഉടനീളം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് സ്റ്റാലിനാണ്. ലെനിൻ മരിച്ചതിന് ശേഷം, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ലെനിൻ 43-ലെങ്ങാനും മരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് റഷ്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് സ്റ്റാലിനാണ്. അപ്പോ സ്റ്റാലിനാണ് ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യത്തെ 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാഷ്ട്രം എന്ന് പറയുന്നത്. ഇനി 2022 ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മളുടെ മുന്നത്തെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2025 ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതിന് മുന്നേ വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്, അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സോഷ്യൽ സയൻസിന്റെ പാർട്ട് 1 ഉള്ള അതിൽ നിന്നുള്ള ഒരു ചോദ്യം. പാർട്ട് 1 വേൾഡ് ബിറ്റ്വീൻ 2 വാർസ് എന്ന് പറയാം, വേൾഡ് ഇൻ 20th സെഞ്ചുറി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഓർമ്മയില്ല, പക്ഷെ മറ്റേ ഈ റവല്യൂഷന്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തോന്നുന്നത്. സോ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ബോക്സിലിട്ടൊക്കെ അത് കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ആ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അത് ആ ഒരു ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സോ ചോദ്യം ഇങ്ങനെയാണ്, യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ട് പാബ്ലോ പിക്കാസോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ചിത്രം വരയ്ക്കാരനാണ് പാബ്ലോ പിക്കാസോ. ഓക്കെ, സോ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ചിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ചിത്രം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ലാവി ഉണ്ട്, ബുൾസ് ഹെഡ് ഉണ്ട്, ഗർണിക്ക ഉണ്ട്, ഹെഡ് ഓഫ് എ ചൈൽഡ് എന്നുണ്ട്. പറയൂ, ഇതിൽ ഏതാണ് പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായിട്ടുള്ള ചിത്രം? ഹെഡ് ഓഫ് എ ചൈൽഡ്, ഗർണിക്ക, ബുൾസ് ഹെഡ്, ലാവി. പറയൂ ഏതാണ്? ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ ഇട്ടത് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ കാര്യങ്ങൾ ഓർമ്മയില്ല, പക്ഷെ ഈ 2 വേൾഡ് വാറുകളെ കുറിച്ചിട്ട് പറയുന്ന പാഠത്തിലുണ്ടത്. പഴയ ടെക്സ്റ്റ് ബുക്ക്, അതിന്റെ PDF കോപ്പി ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അതിലുണ്ട് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്, ഈ ഒരു പാബ്ലോ പിക്കാസോയുടെ പെയിന്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മള് ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബോക്സിലിട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ബോക്സിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, കാരണം അതിൽ നിന്നൊക്കെ ഒരു ചോദ്യം. ഇപ്പൊ ഈ ചോദ്യം അങ്ങനെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായിട്ടുള്ള ചിത്രം ഏതാണ്? ഗർണിക്കയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഗർണിക്കയാണ് അദ്ദേഹം വരച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്തമായിട്ടുള്ള ചിത്രം. ഓക്കെ, 2022 മലയാളം മീഡിയം HSA സോഷ്യൽ സയൻസിന് ചോദിച്ച ചോദ്യമാണ്. ദെൻ അടുത്ത ചോദ്യം, മലയാളം മീഡിയം HSA സോഷ്യൽ സയൻസ് 2009 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം. നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് എന്ത്? ഈ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരണം എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UNO ആണ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം, അതാണ് ചോദ്യം. നിങ്ങൾ നന്നായിട്ട് നോക്കണം. ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞത് എപ്പോഴാണ്? 1918. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് ചേർന്നിട്ടുണ്ട്, പീസ് കോൺഫറൻസ് മീറ്റിംഗ് ചേർന്നിട്ടുണ്ട്. പീസ് കോൺഫറൻസ് മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നത് പാരീസിൽ വെച്ചിട്ടാണ്. നമ്മളുടെ ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാര് ഈ മീറ്റിംഗിൽ, യുദ്ധാനന്തര മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. പീസ് കോൺഫറൻസ് പാരീസിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന പീസ് കോൺഫറൻസ്. അപ്പൊ അതിൽ വെച്ചിട്ടാണ് ശരിക്കും എന്താക്കുന്നത്? ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കണം എന്നുള്ള ഒരു ആശയമൊക്കെ ഉടലെടുക്കുന്നത്. ഈ നേതാക്കന്മാരിൽ പ്രഗത്ഭനായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ്
എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഈ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കണം എന്ന് ഉള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. സോ ലീഗ് ഓഫ് നേഷൻസ് അങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്. 1919 ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചിട്ടുണ്ട്? അതായത് ലീഗ് ഓഫ് നേഷൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഒരു യുദ്ധം ലോകത്ത് നടക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതില് ലീഗ് ഓഫ് നേഷൻസ് ശരിക്കും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായത്. കാരണം അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ലീഗ് ഓഫ് നേഷൻസ് ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്നതിന്റെ മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, സെക്കൻഡ് വേൾഡ് വാർ. കാരണം അത് തടയാൻ, സെക്കൻഡ് വേൾഡ് വാർ തടയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥലം എവിടെയാണ്? എവിടെ വെച്ചിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്? പറയൂ. ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് പാരീസിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പാരീസിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നത്. പാരീസിൽ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ അവസാനം എല്ലാ നേതാക്കന്മാരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. സോ അവര് മീറ്റിംഗ് ചേരുന്നു. അതുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കണം എന്നുള്ള തീരുമാനം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം പാരീസ് ആണ്. അതിന്റെ ലീഗ് ഓഫ് നേഷൻസിന്റെ തലസ്ഥാനം ജനീവയായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം പാരീസ് ആണ്. അപ്പൊ അത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ലണ്ടൻ അല്ല, വാഷിംഗ്ടണും അല്ല. ഓക്കെ, നമ്മളെ യുണൈറ്റഡ് നേഷൻസ്, UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാഷിംഗ്ടൺ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ ലീഗ് ഓഫ് നേഷൻസ് എന്തല്ല, വാഷിംഗ്ടൺ അല്ല. ഓക്കെ, UN ആണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ബട്ട് ഇത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. സോ ലീഗ് ഓഫ് നേഷൻസ് എവിടെയാണ്? പാരീസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ജനീവ എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ലീഗ് ഓഫ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് എന്ത്, ജനീവ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഡിഫറൻസ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. 2004 HSC സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉത്തര കൊറിയയുടെ മേൽ നിയന്ത്രണം ചുമത്തിയ രാജ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നോർത്ത് കൊറിയയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ചൈനയാണോ, ജപ്പാനാണോ, സോവിയറ്റ് യൂണിയൻ ആണോ, ഐക്യനാടുകളാണോ? ഏതാണ് ഉത്തര കൊറിയയുടെ മുകളില് നിയന്ത്രണം ചുമത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം? പറയൂ, ഏത് രാജ്യമാണ്? വേം പറയൂ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉത്തര കൊറിയയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ് ഉത്തര കൊറിയയുടെ മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ദെൻ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സെക്കൻഡ് വേൾഡ് വാർ നടക്കാൻ തന്നെ കാരണമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്, അത് അങ്ങനെയല്ല, സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ്. സെക്കൻഡ് വേൾഡ് വാർ ഇത്രയും എന്താ പറയുന്നത്, ഡെഡ്ലി ആവാൻ, ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സോ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബർ നേരെ ജപ്പാൻ ആക്രമണം നടത്തിയതെന്ന് എന്നാണ് ചോദ്യം. അതായത് പേൾ ഹാർബർ അറ്റാക്ക് നടന്നത് എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, അതിന്റെ ഒരു മീനിങ്. ഓക്കെ, അതായത് പേൾ ഹാർബർ അറ്റാക്ക് നടന്ന ദിവസം എന്നാണ് ചോദ്യം. ജനുവരി 11 1943, ഡിസംബർ 7 1941, ഒക്ടോബർ 10 1942, നവംബർ 11 1944. പറയൂ, ഇതില് ഏത് ദിവസമാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്?
ഹവായ് ദ്വീപ് ആക്രമിച്ചിട്ടുണ്ട്. ഹവായ് ദ്വീപിലാണ് ഈ പേൾ ഹാർബർ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അമേരിക്കയുടെ നാവിക ഒരു എന്താ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹാർബർ ആണ് പേൾ ഹാർബർ എന്ന് പറയുന്നത്. ഹവായ് ഐലൻഡിലുള്ള ഒന്നാണ്. അപ്പൊ അതിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആക്രമണം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോ എന്ത് ചെയ്തു? ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോ ജപ്പാനെതിരെ അമേരിക്ക എന്ത് ചെയ്തു? ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എക്കണോമിക് ബ്ലോക്കേഡ് അല്ലെങ്കിൽ എക്കണോമിക് ബോയ്ക്കോട്ട്. കാരണം അമേരിക്കയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ജപ്പാനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്കയും ജപ്പാനും അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നമ്മൾ മറ്റൊരു വേൾഡ് മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോ അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോ ചൈന ചൈനയുടെ നിർദ്ദേശപ്രകാരം അമേരിക്ക എന്താക്കുന്നുണ്ട്? ഒരു ബോയ്ക്കോട്ട് ഏർപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്താവണം? ജപ്പാൻ ചൈനയുടെ മുകളിൽ ആക്രമണം അവസാനിപ്പിക്കണം, ചൈന വിട്ടു പോകണം. നോർത്തേൺ ചൈന ആണ് ജപ്പാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വിട്ടു പോകണം എന്ന് പറയാം. 1935 മുതൽക്ക് ജപ്പാൻ നോർത്ത് ചൈന പിടിച്ചടക്കിയിട്ടുണ്ട്. അപ്പൊ വിട്ടു പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജപ്പാൻ അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് എക്കണോമിക് ബ്ലോക്കേഡ് കൊണ്ടുവരുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധം. അത് കാരണമായിക്കൊണ്ട് സാധനങ്ങളൊന്നും ജപ്പാനിലെ ആളുകൾക്ക് അവശ്യ സാധനങ്ങളൊന്നും കിട്ടാത്തൊരു സ്ഥിതി വന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്താവുന്നത്? ഈ ആ, അപ്പൊ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? ജപ്പാന് നേരെ അമേരിക്കയിലെ പേൾ ഹാർബർ പോയി അറ്റാക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് അറ്റാക്ക് ചെയ്ത ദിവസം വർഷമാണ് നമ്മളോട് ചോദിക്കുന്നത്. ശരിക്കും ഇതാണ് കാരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിൽ ആദ്യമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൂടെ പിന്നീട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ് ഏത്? അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയൊക്കെ. 1941 ഈ പേൾ ഹാർബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ശരിക്കും. അതായത് ഡിസംബർ മാസം 7 1941 പേൾ ഹാർബർ അറ്റാക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു നിയർലി ഒരു 4 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് ശരിക്കും അമേരിക്ക തിരിച്ചടിക്കുന്നത്. ഓക്കെ, അത് മറ്റേ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കേസിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം എന്താ? ലൂസിത്താനിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൂസിത്താനിയ എന്ന് പറയുന്ന കപ്പല് ആക്രമിക്കുന്നുണ്ട് ജർമ്മനി, അത് അവരുടെ യു ബോട്ട് ഉപയോഗിച്ചിട്ട്. ഓക്കെ, സോ അത് ആക്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്ക എന്താവുന്നത്? ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് വരുന്നത്, ജോയിൻ ചെയ്യുന്നത്. 1917 ജോയിൻ ചെയ്യുന്നത് അമേരിക്ക. 2 വർഷം കഴിഞ്ഞ് വൂഡ്രോ വിൽസൺ ആണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കയെ ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആള് വൂഡ്രോ വിൽസൺ ആണ്. ഓക്കെ, സോ 1941 അറ്റാക്ക് നടക്കുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് റൂസ്വെൽട്ട് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ 1941 ഡിസംബർ മാസം 7 പേൾ ഹാർബർ അറ്റാക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. സോ 2 പ്രസിഡന്റുമാരുടെ പേരുകൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ചിട്ടുണ്ടായിരുന്ന 2 പ്രസിഡന്റുമാരാണ്. ഒരാള് റൂസ്വെൽട്ട്. ഇപ്പൊ റൂസ്വെൽട്ടിന്റെ സമയത്താണ് ഈ പേൾ ഹാർബർ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിൽ സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്ക പങ്കെടുക്കുന്നത് റൂസ്വെൽട്ടിന്റെ സമയത്താണ്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ റൂസ്വെൽട്ട്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് വുഡ്രോ വിൽസൺ, മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഈ അമേരിക്ക അണുബോംബ് ഇട്ടത് ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന ആളുടെ സമയത്താണ്. ശ്രദ്ധിക്കുക, ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന ആളാണ് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്. 1945 ഓഗസ്റ്റ് മാസം 9 2 ബോംബ് ഇട്ടത് ഹിരോഷിമയിലും നാഗസാക്കിയിലും. നിങ്ങൾക്കറിയാം, ഹിരോഷിമയില് ഓഗസ്റ്റ് മാസം 6 നാഗസാക്കിയിൽ 9 1945 ഓഗസ്റ്റില്.
അപ്പൊ അത് ബോംബിടാൻ നിർദ്ദേശം കൊടുത്തത് ഹാരി എസ് ട്രൂമൻ എന്ന് പറയുന്ന പ്രസിഡന്റാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഓർത്തു വെക്കുക, ഈ രണ്ട് പ്രസിഡന്റുമാരെ കേസ് ഓർത്തിരിക്കുക. ഓക്കെ, സോ 1941 ഡിസംബർ 7 പേൾ ഹാർബർ അറ്റാക്ക് നടക്കുന്നു. അമേരിക്ക റിട്ടാലിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1945-ലാണ്. അത് 4 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്ക എന്താക്കുന്നത്, ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്, ജപ്പാൻ അറ്റാക്ക് ചെയ്യുന്നത്. നാഗസാക്കിയിലും ഇവിടെയും ബോംബിട് വർഷിക്കും, നാഗസാക്കിയിലും ഹിരോഷിമയിലും. ആദ്യം ശരിക്കും നാഗസാക്കിയും ഹിരോഷിമ എല്ലാം അവരുടെ ഒരു ടാർഗറ്റ് ഓഫ് അറ്റാക്ക് ആയിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ അവിടെ എല്ലാം ബോംബിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കാലാവസ്ഥാ വ്യതിയാനം മൂലം അവർക്ക് നാഗസാക്കിയും ഹിരോഷിമയും ചൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. യെസ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, രണ്ടാം ലോക മഹായുദ്ധം യുദ്ധ കാലഘട്ടത്തിൽ അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേരെന്താണ്? ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് 2016 കന്നഡ മീഡിയത്തിൽ HSA സോഷ്യൽ സയൻസിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കുറെ കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കണ്ടില്ലേ? കന്നഡയിലും തമിഴിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അമേരിക്ക നാഗസാക്കിയിൽ പ്രത്യേക ഓർക്കുക, നാഗസാക്കിയിൽ ഹിരോഷിമയിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ബോംബുകളാണ് വർഷിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ പേരുകൾ, ലിറ്റിൽ ബോയും അതുപോലെ തന്നെ ഫാറ്റ്മാനും. സോ പറയൂ, ലിറ്റിൽ ബോയ് ഓർ ഫാറ്റ്മാൻ, ഇതിൽ ഏതാണ് നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ചിട്ടുണ്ടായിരുന്ന ബോംബ്? നാഗസാക്കി, ഹിരോഷിമയല്ല, നാഗസാക്കിയിൽ അമേരിക്ക ഇട്ട ബോംബ് ഏതാണ് എന്നാണ് ചോദ്യം. 2 ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ്മാൻ. ഈ 2 ബോംബുകളാണ് അമേരിക്ക ജപ്പാനിൽ ഇട്ടിട്ടുണ്ടായിരുന്ന അണുബോംബിന്റെ 2 പേരുകളാണ്. ഓക്കെ, ഇതിൽ ആദ്യം അമേരിക്ക അണുബോംബിട്ട് നശിപ്പിക്കുന്നത് ഹിരോഷിമയാണ്. അതിനുശേഷം നാഗസാക്കിയിലോട്ട് വരുന്നത്. ഹിരോഷിമ 6 ഓഗസ്റ്റ്, നാഗസാക്കി 9 ഓഗസ്റ്റ് 45. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പറയൂ, അപ്പോ അമേരിക്ക നാഗസാക്കിയിൽ ഇട്ട ബോംബിന്റെ പേര് എന്താണ്? ഫാറ്റ്മാൻ ഓർ ലിറ്റിൽ ബോയ്? ഏതാണ് ആ ബോംബിന്റെ പേരെന്താണ്? അമേരിക്ക ഇവിടെ നാഗസാക്കിയിൽ ഇട്ട ആറ്റം ബോംബിന്റെ പേരാണെന്ത്? ഫാറ്റ്മാൻ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഫാറ്റ്മാൻ എന്താണ് ബോംബിന്റെ പേര്. ഓക്കെ, അമേരിക്കയുടെ B-29 എയർപ്ലെയിൻ ആണ് അതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. B-29 എയർപ്ലെയിൻ ഓർത്തിരിക്കുക. B-29 എയർപ്ലെയിൻ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബോക്സ്കാർ എന്നായിരുന്നു അതിന്റെ പേര്. എന്താണ് ബോക്സ്കാർ എന്നാണ് ആ ഫ്ലൈറ്റിന്റെ പേര്. അത് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഫ്ലൈറ്റ് അന്ന് അവിടെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് ചാൾസ് സ്വീനി എന്ന് പറയുന്ന ഒരാളാണ്. ചാൾസ് സ്വീനി എന്ന് പറയുന്ന അമേരിക്കക്കാരൻ ഓടിച്ച ഫ്ലൈറ്റ് ബോക്സ്കാർ B-29 ഫാറ്റ്മാൻ നാഗസാക്കി 1945 ഓഗസ്റ്റ് 9. മറക്കരുത്, ഡേറ്റ് മറക്കരുത്. ഈ ഡീറ്റെയിൽസ് മറക്കരുത്, എഴുതി വെക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പിന്നെ മറ്റത് നിങ്ങൾക്കറിയാലോ, ലിറ്റിൽ ബോയുടെ കേസ് ഹിരോഷിമയിലാണ് ലിറ്റിൽ ബോയ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇതേപോലെ B-29 എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് അത് വർഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് എനോല ഗേ എന്ന് പറയുന്ന ഒരാളാണ്. ആൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എനോല ഗേ എന്ന് പറയുന്ന ഫ്ലൈറ്റ് അത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് പോൾ ടിബറ്റ് എന്ന് പറയുന്ന ഒരാളാണ്. പോൾ ടിബറ്റ് എന്ന് പറയുന്ന ആണ് അത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ലിറ്റിൽ ബോയ് എവിടെ വർഷിക്കുന്നത്? ലിറ്റിൽ ബോയ് ഇവിടെ ഹിരോഷിമയിൽ. മറക്കരുത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ സോ അടുത്ത ചോദ്യം 2016 തമിഴ് മീഡിയം HSA സോഷ്യൽ സയൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴാണ് മാനവരാശിക്കെതിരെ ആദ്യമായി വിഷവാതകം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് ചോദ്യം. വിഷവാതകം, പോയിസണസ് ഗ്യാസ് ആദ്യമായിട്ട് മനുഷ്യന്മാർക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, 2-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, ഇറാൻ ഇറാഖ് യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം. ഇതിൽ 2 നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവം.
ഓക്കെ, അതൊക്കെ കുറെ കാലം ഇപ്പുറം ഈ സമയത്ത് വരുന്നതാണ് അതൊക്കെ. ഓക്കെ, ഈ അടുത്ത കാലഘട്ടം. അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ള അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് മാനവരാശിക്കെതിരെ വിഷവാതകം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തോ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തോ നോക്കിയാൽ മതി. ഏത് വേൾഡ് വാറിന്റെ സമയത്താണ് പറയൂ? സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ്. കാരണം സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹിറ്റ്ലർ കൊടൂര കൃത്യങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹിറ്റ്ലർ ശരിക്കും ഇതേപോലെ പോയിസണസ് ഗ്യാസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജൂതന്മാരായിട്ടുണ്ടായിരുന്ന ആളുകളെ, ജിപ്സികളായിട്ടുണ്ടായിരുന്ന ആളുകളെ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും ഹിറ്റ്ലർ വംശഹത്യക്ക് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ വംശഹത്യക്ക് ഇരയാക്കിയിട്ടുണ്ടായിരുന്ന ആളുകൾ ആദ്യം നേരെ പിടിച്ചോണ്ടുപോകും. ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകള്, സോഷ്യലിസ്റ്റുകള്, അതുപോലെ തന്നെ ജൂതന്മാര്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ഹോമോസെക്ഷൽസ്, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളെയും ഹിറ്റ്ലർ എന്താക്കിയിട്ടുണ്ടായിരുന്നു? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലോട്ട് കൊണ്ടുപോവുകയും അവരെ വിഷവാതകത്തിനിരയാക്കുകയും ചെയ്തു. കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് കൊണ്ടുപോകും വരെ. എന്നിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ കുളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അന്ന് കള്ളം പറയും. കുളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ കുളിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കൊണ്ടുവരും. കുറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് നേരെ എവിടെ വെക്കും? ഈ ഒരു റൂമിലുണ്ടായിരിക്കും, ഫുൾ എൻക്ലോസ്ഡ് ആയിട്ടുള്ള റൂം ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ റൂമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ ആളാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് പൈപ്പും ഷവറൊക്കെ കണ്ട് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ വെള്ളമല്ല, ഇവര് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് വരിക. അങ്ങനെ ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ശ്വസിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ആണ് ആദ്യമായിട്ട് വിഷവാതകങ്ങൾ വലിയ തോതിൽ പ്രയോഗിച്ച് ആളെ കൊന്നിട്ടുണ്ടായിരുന്നത്. അത് നടത്തിയിട്ടുണ്ടായത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. അത് ഓർത്തിരിക്കാൻ മറക്കരുത്. ദെൻ അടുത്തൊരു ചോദ്യം, 2016 തമിഴ് മീഡിയത്തിൽ HSC സോഷ്യൽ സയൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിമാനം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏത് യുദ്ധത്തിലാണ്, എപ്പോഴാണെന്നാണ് ചോദ്യം. വിമാനം, ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യ ചൈന യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം, ഇന്ത്യ പാക് വാർ. പറഞ്ഞോ ഏതാണ്? ഇതിലും നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ ചൈന യുദ്ധമാണോ? ഇന്ത്യ ചൈന യുദ്ധമല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ചൈന യുദ്ധം 62, 63 നടക്കുന്നത്. അപ്പോഴൊക്കെ ഫ്ലൈറ്റും അതിന് മേലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഒന്നും അതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ ചൈന യുദ്ധമാണോ? അല്ല. ഇന്ത്യ പാക് യുദ്ധമാണോ? ഇന്ത്യ പാക് യുദ്ധമല്ല. കാരണം ഇന്ത്യ പാക് യുദ്ധമൊക്കെ 1947 ആരംഭിക്കുന്ന 48 ആരംഭിക്കുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? അതിന് മുന്നേ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചു. അപ്പൊ ഇതിൽ രണ്ട് ചോയ്സാണ് നമുക്കുള്ളത്. രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം. ഇതിൽ ഏത് യുദ്ധത്തിന്റെ സമയത്താണ് ശരിക്കും ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. എപ്പോഴാണ്? നിങ്ങൾ ഈ ഏരിയൽ ബോംബിങ്ങിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ഏരിയൽ ബോംബിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബോംബാക്രമണത്തെയാണ് നമ്മൾ ഏരിയൽ ബോംബിങ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഏരിയൽ ബോംബിങ് പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ്. കാരണം സെക്കൻഡ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും നല്ല ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഷവാതകം ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഉപയോഗിക്കുക, ആളുകളെ കൊന്ന് ആളുകളുടെ മരണത്തിന്റെ ആ ഒരു കണക്ക് നോക്കുമ്പോൾ ഇതിലെല്ലാത്തിലും ഒന്നാമതായിട്ട് നിൽക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ്. ഡെത്ത് ടോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിനേക്കാൾ എത്രയോ കൂടുതലാണ് സെക്കൻഡ് വേൾഡ് വാർ. ഇപ്പോ നമുക്കറിയാം 6 ലക്ഷത്തോളം വരുന്ന 6 മില്യൺ ആളുകളെ പോലും ജൂതന്മാരായിട്ടുണ്ടായിരുന്ന ആളുകളെ മാത്രം ഹിറ്റ്ലർ തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നാശനഷ്ടങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഏത്? റഷ്യ. റഷ്യക്ക് ഏറ്റവും കൂടുതൽ ആളപായം ഉണ്ടായിട്ടുണ്ടായിരുന്നത് റഷ്യക്കാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് റഷ്യക്കാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് റഷ്യയിലാണ് സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട്. ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ജപ്പാനാണെന്നാണ് തോന്നുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതില്. റഷ്യയോ ജപ്പാനോ ആണ് എന്തായാലും. ഓക്കെ, അപ്പൊ അത് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് ഫ്ലൈറ്റ് ശരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ.
അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോ ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ വാർഫെയർ അതിന്റെ യുദ്ധത്തിന്റെ ആ ഒരു സ്റ്റൈൽ തന്നെ നല്ല ഡിഫറെന്റാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ശരിക്കും ട്രഞ്ച് വാർഫെയർ ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ട്രഞ്ച് വാർഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രഞ്ച് വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടങ്ങുകളിൽ നിന്നുള്ള യുദ്ധം, അതിനാണ് നമ്മൾ ട്രഞ്ച് വാർഫെയർ എന്ന് വിളിക്കുക. പക്ഷെ ഇവിടെ നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറിലോട്ട് വരുമ്പോൾ അത് ഏരിയൽ ബോംബിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രഞ്ച് വാർഫെയറുകൾ ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കിടങ്ങുകളിൽ നിന്നാണ് അവർ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിന് കിടങ്ങുകൾ കുഴിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കിടങ്ങുകൾ അവർ കുഴിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നും എന്ന് പറയുന്നത് എന്താ? ഈ വരുന്ന ബുള്ളറ്റുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ട്രഞ്ച് വാർഫെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കിടങ്ങിൽ നിന്നുകൊണ്ടാണ് ഇവർ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ആളുകൾക്ക് ഏൽക്കുന്ന പരിക്കിന് വലിയ കുറവുണ്ടായിരിക്കും. കാരണം അന്ന് ഏരിയൽ ബോംബിങ്ങിൽ ആകാശത്തുകൂടെ ബോംബിങ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ട്രഞ്ച് വാർഫെയർ കുറെ കൂടെ ഡേഞ്ചറസ് ആവുക. കാരണം എന്താ? നേരെ ആകാശത്ത് നേരെ ബോംബ് ഡ്രോപ്പ് ചെയ്താൽ മതി, നേരെ കിടങ്ങ് വീണ് വീഴും, ആളുകൾ മരണപ്പെടും. പക്ഷെ അന്ന് ഈ എയർ ബോംബിംഗ് ഇല്ല, ഏരിയൽ ബോംബിംഗ് ഇല്ല. അപ്പോൾ നേരെ ആളുകളെ വന്ന് നേരെ തോക്ക് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിടങ്ങ്, അപ്പോൾ നേരെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, ആളുകൾ മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം കിടങ്ങിലാണ്, നേരെ ഭൂമിയുടെ അടിയിലാണ്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മറ്റേ റോജർ ഡീക്കിൻസ് എന്ന് പറയുന്ന ആളുടെ ഒരു സിനിമ ഉണ്ട്, 1917 എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാവുന്ന, അതിൽ കറക്റ്റ് ആയിട്ട് എന്താണ് ട്രഞ്ച് വാർഫെയർ എന്നുള്ള കാര്യം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ആണ് റോജർ ഡീക്കിൻസിന്റെ സിനിമ 1917 കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്, ട്രഞ്ച് വാർഫെയർ. സിംഗിൾ ഷോട്ട് മൂവി ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക, അവൈലബിൾ ആയിരിക്കും. സോ കാണാം. ഓക്കെ, അപ്പോ ട്രഞ്ച് വാർഫെയർ ട്രഞ്ച് വാർഫെയർ ആണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ രാജ്യങ്ങളും ഇതേപോലെ ട്രഞ്ചുകളാണ് ഉണ്ടാക്കിയത്, കിടങ്ങുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കിടങ്ങുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും കിടങ്ങുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ ഫെസിലിറ്റിയും, അതായത് ഇലക്ട്രിസിറ്റി, കറണ്ട്, ബൾബ്, അതുപോലെ തന്നെ പിന്നെന്താണ്, ബെഡ്, റൂമുകള്, എല്ലാ ഫെസിലിറ്റിയും, അതായത് ഒരു ഹോട്ടൽ റൂമിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അത്രയും ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നു ഈ ട്രഞ്ചുകളിൽ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രഞ്ചുകൾ പരസ്പരം കണക്റ്റഡ് ആയിരുന്നു. ഒരു രാജ്യത്തിന്റെ ട്രഞ്ച് മറ്റൊരു രാജ്യത്തിന്റെ ട്രഞ്ചുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അത് മെയിൻലി എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്, പരസ്പരം മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഫെസിലിറ്റികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പരസ്പരം. അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത്, അമ്യൂണിഷൻസ് സപ്ലൈ ഉറപ്പുവരുത്താൻ, അതായത് സാധനങ്ങൾ അങ്ങോട്ടേക്ക്, തോക്കുകള്, ബോംബ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈമാറാനൊക്കെ വേണ്ടിയിട്ട് ഈ ട്രഞ്ചുകൾ പരസ്പരം എന്തായിരുന്നു, കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ട്രഞ്ചുകളുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ട്രഞ്ചുകൾ സിഗ്സാഗ് മാനറിലായിരുന്നു എന്നുള്ളതാണ്. സിഗ്സാഗ് മാനർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോലെ. അപ്പൊ നമ്മൾ നിങ്ങൾ ഈ ഹെയർപിൻ ബെൻഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതേപോലെ ഇങ്ങനെ 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 വളഞ്ഞു തിരി, ഇപ്പൊ പാമ്പ് പോകുന്ന പോലെ, അതിനാണ് നമ്മൾ സിഗ്സാഗ് എന്ന് വിളിക്കുക. അപ്പൊ സിഗ്സാഗ് മാനറിലാണ് ഇവർ എന്താക്കിയിട്ടുണ്ടായിരുന്നത്, കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതാകുമ്പോൾ ആ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മനസ്സിലായോ? ഡെത്ത് കാഷ്വാലിറ്റി, ഇഞ്ചുറി കാര്യങ്ങളൊക്കെ എന്താക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ട്രഞ്ച് വാർഫെയറിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, മറക്കരുത്, ട്രഞ്ച് വാർഫെയർ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്, വിമാനങ്ങൾ വരുന്നത്. അപ്പൊ വിമാനങ്ങൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയം ഏരിയൽ ബോംബിംഗ് നടക്കുന്നു, പിന്നെ ട്രഞ്ചുകൾക്ക് പ്രാധാന്യമില്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ഇതും ഉപയോഗിച്ചിട്ടുണ്ട്, എന്ത്, സബ്മറൈനുകളും ഉപയോഗിച്ചു. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറയും, യു ബോട്ടുകൾ, ജർമ്മനീൻ്റെതാണ് യു ബോട്ടുകൾ, ക്യൂ ബോട്ടുകളാണ് ബ്രിട്ടൻ്റെത്. അന്തർവാഹിനികൾ, സബ്മറൈനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട്, വാർഫെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് വേൾഡ് വാർ നടന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. വിമാനങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ്, മറക്കരുത്. അതുപോലെ തന്നെ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ സമരങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് അറിയോ ആർക്കെങ്കിലും? ഏതിന്റെ സമയത്താണ് ബ്രിട്ടീഷുകാർ എയറോപ്ലെയിനുകൾ എയർ ബോംബിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ സമരക്കാർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പോഴാണെന്ന് അറിയോ ആർക്കെങ്കിലും? എപ്പോഴാണ് സമരക്കാർക്കെതിരെ
എയർ ബോംബിംഗ് ബ്രിട്ടൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ക്വിറ്റ് ഇന്ത്യയുടെ സമയത്ത്. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുന്ന സമയത്താണ് സമരക്കാർക്കെതിരെ എയർ ബോംബിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. എയർ ബോംബിംഗ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, സമരക്കാർ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നത് ഈ നമ്മളുടെ ക്വിറ്റ് ഇന്ത്യയുടെ സമയത്താണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഓക്കെ, ഒരുപാട് ആളുകളെ ക്വിറ്റ് ഇന്ത്യയുടെ ഭാഗമായിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്ന വലിയൊരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, 1942 മുതൽക്ക് ക്വിറ്റ് ഇന്ത്യ, ഭാരത് ചോഡോ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി സമരം നടത്തി. ഡു ഓർ ഡൈ, മരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധി കൊടുത്ത മുദ്രാവാക്യം. ഇതൊക്കെ ക്വിറ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണ്. ഓക്കെ, ഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യയുടെ സമയത്ത്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ ശരിക്കും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജയപ്രകാശ് നാരായൺ, ജെ പിയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്ന, അടിയന്തരാവസ്ഥ കാലത്ത് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടായിരുന്ന ആളാണ് ജെ പി ഉണ്ടായിരുന്നു. അരുണ ആസഫ് അലി ഉണ്ട്. അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ് ക്വിറ്റ് ഇന്ത്യ അധികവും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്ലൈറ്റ് ആദ്യമായിട്ട് ബോംബിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ക്വിറ്റ് ഇന്ത്യയുടെ സമയത്താണ്. അപ്പൊ അത് ഓർത്തിരിക്കാൻ മറക്കരുത്. ദെൻ 2016 മറ്റൊരു ചോദ്യമാണ്, പ്രാദേശിക സമാധാനത്തിനായിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടന എന്ന ആശയം ആദ്യം കൊണ്ടുവന്നത് ആരാണ്? അതായത് പ്രാദേശിക സമാധാനം, റീജിയണൽ പീസിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന ആശയം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീജിയണൽ പീസിന് വേണ്ടിയിട്ട് നമ്മളുടെ ലീഗ് ഓഫ് നേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നേതാവ് ആരാണ് എന്നാണ് ചോദ്യം. അത് ആരുടെ ആശയമാണ് എന്നാണ് ചോദ്യം. ഗാന്ധിയാണോ, ലോയിഡ് ജോർജ് ആണോ, ക്ലെമൻകോ ആണോ, വൂഡ്രോ വിൽസൺ ആണോ? ലോർഡ് ജോർജ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ലോർഡ് ജോർജും ക്ലെമൻകോ, വൂഡ്രോ വിൽസൺ ഇവരൊക്കെ പാരീസ് പീസ് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. പാരീസ് പീസ് കോൺഫറൻസ് നിങ്ങൾക്കറിയാം, 1919 പാരീസിൽ വെച്ചിട്ട് യുദ്ധാനന്തരം സമാധാന ഉടമ്പടികളും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് അവിടെ വെച്ചിട്ടാണ്, ആ പാരീസ് പീസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് നമ്മളുടെ വേഴ്സൈൽ ട്രീറ്റി, സെവറസ് ട്രീറ്റി, അങ്ങനെയുള്ള ട്രീറ്റികളെല്ലാം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെന്റ് ജർമ്മൻ ട്രീറ്റി, അങ്ങനെയുള്ള ട്രീറ്റികളെല്ലാം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സമയത്താണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. നമ്മളുടെ ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത്. അപ്പോൾ ആ സമയത്താണ് ഈ പാരീസ് പീസ് കോൺഫറൻസ് നടത്തുന്നത്. ആ പാരീസ് പീസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് എന്താവുന്നത്, ഒരു ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പോൾ ആ ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. ആരുടെ ഐഡിയ ആണ് അത് എന്നാണ്. പാരീസ് പീസ് കോൺഫറൻസിൽ ഗാന്ധി എന്തായാലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഗാന്ധി അതിൽ പങ്കെടുത്തിട്ടില്ല. ഗാന്ധി അന്ന് എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഗാന്ധി 1919 എന്നൊക്കെ പറയുമ്പോൾ ഗാന്ധി നമ്മളുടെ ഖേദയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗാന്ധി ഒന്ന് വിജയിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഗാന്ധി പിന്നീട് സമരങ്ങളിലോട്ട് ഗാന്ധി ഒരു പോപ്പുലർ ഫിഗർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ അന്ന് ഗാന്ധി പാരീസിലോട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. സോ 1919 ഇപ്പൊ പറഞ്ഞു ആരാണ് പാരീസ് പീസ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആരാണ്? ഇവര് 3 ആളുകൾ പങ്കെടുത്തു. ഇതിൽ 3 ആൾക്കാരിലെ ഒരാളുടെ ആശയമാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അത് ആരുടെ ആശയമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ പാരീസ് പീസ് കോൺഫറൻസിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ പേരാണ്, ചില ആശയങ്ങൾ, ചില പ്രോഗ്രാമുകൾ അദ്ദേഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് 14 പ്രോഗ്രാംസ്. എന്താണ് 14 പോയിന്റ്സ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, 14 പോയിന്റ്സ്. ഓക്കെ, 14 പോയിന്റുകൾ എന്നുള്ള ഒരു ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആര്? വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 14 പോയിന്റ്സ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതേപോലൊരു പോയിന്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു നേതാവുണ്ട്. 11 പോയിന്റ്സ് മുന്നോട്ട് വെച്ചത് ആരാന്നറിയോ? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ്. 11 പോയിന്റ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഒരു നേതാവാ. അത് നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 11 പോയിന്റ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ജിന്നയാണ്, മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇവിടെ 14 പോയിന്റ്സ് ആണ്. 14 പോയിന്റ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായത് വുഡ്രോ വിൽസൺ ആണ്. ഈ 14 പോയിന്റിലെ ഒരു പോയിന്റ് ആണ് എന്ത്, ലീഗ് ഓഫ് നേഷൻ. സോ ഇതേപോലുള്ള 13 മറ്റ് ആശയങ്ങൾ കൂടെ എന്തിനുണ്ട്, ഈ അദ്ദേഹത്തിന്റെ 14 പോയിന്റ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു കോപ്പറേഷൻ, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കൊണ്ടുവരിക, അതുപോലെ തന്നെ അൽസൈൻ ലൊറൈൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഫ്രാൻസിന് വിട്ടുകൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷനുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, 14 പോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ 14 പോയിന്റ്സ് ഇയാള് വുഡ്രോ വിൽസൺ ആണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യവും നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 14 പോയിന്റ്സ്, മറക്കരുത്. ദെൻ 2016 തമിഴ് മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹിരോഷിമയില് വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. പറഞ്ഞോ, ഹിരോഷിമയിൽ വർഷിച്ചിട്ടുണ്ടായിരുന്ന അണുബോംബിന്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹിരോഷിമ. ഫാറ്റ്മാൻ ഏതാ? ഫാറ്റ്മാൻ നാഗസാക്കിയാണ്. അത് ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതേതാണ്? ഹിരോഷിമയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ബോംബിന്റെ പേരെന്താണ്? ഹിരോഷിമയിൽ വർഷിച്ചിട്ടുണ്ടായിരുന്ന ബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. ഓക്കെ, മറക്കരുത്. ഓക്കെ, ലിറ്റിൽ ബോയ് ഹിരോഷിമ, ലിറ്റിൽ ബോയ് ഹിരോഷിമ, മറക്കരുതേ. ഹിരോഷിമയാണ് അതിന്റെ പേര്. സോറി, ലിറ്റിൽ ബോയ് വർഷിച്ചിട്ടുണ്ടായിരുന്ന ബോംബിന്റെ പേര് ഹിരോഷിമ. സോ പിന്നെ ഇതിൽ പറയുന്ന ഹിബാക്കുഷ. എന്താ ഹിബാക്കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹിബാക്കുഷയ്ക്ക് ഇതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഹിരോഷിമയായിട്ട് നാഗസാക്കിയുമായിട്ട് ഹിബാക്കുഷയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഹിബാക്കുഷയെ കുറിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, സോഷ്യൽ സയൻസിൽ പറയുന്നുണ്ട് ഹിബാക്കുഷ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ കുറിച്ചിട്ട്. അപ്പൊ പറഞ്ഞോ, എന്താണ് ഹിബാക്കുഷ എന്ന് പറഞ്ഞാൽ? എന്താ പറ, ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയുക? ഹിബാക്കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ജപ്പാനിലുള്ള ഒരു കൂട്ടം ആളുകളാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിബാക്കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ അണുബോംബ് ഉണ്ടല്ലോ, ഈ അണുബോംബിൽ നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് കാരണം പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ, പാരന്റ്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകള്, അതുപോലെ തന്നെ കൈയും കാലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകള്, അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആളുകള്, അതിൽ സർവൈവേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകള്. സോ ഹിബാക്കുഷ എന്ന് പറഞ്ഞാൽ ഇതിനെ മെയിൻലി ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഇതിനെ ഈ അണുബോംബ് ഈ ആറ്റം ബോംബ് ഇട്ടതിനെ അതിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന സർവൈവേഴ്സ്, അവരുടെ പേരാണ് ഹിബാക്കുഷ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഹിബാക്കുഷ മറക്കരുതേ. അവരുടെ പേരാണ് ഹിബാക്കുഷ, മറക്കരുത്. പിന്നെ ഇതിൽ പറയുന്ന ഗെസ്റ്റാപ്പോ. എന്താ ഗെസ്റ്റാപ്പോ എന്ന് പറഞ്ഞാൽ? ഗെസ്റ്റാപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? ഗെസ്റ്റാപ്പോ ഇതേപോലെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗെസ്റ്റാപ്പോ. പറ, എന്താ ഗെസ്റ്റാപ്പോ എന്ന് പറഞ്ഞാൽ? ഹിരോഷിമ. അത് ഹിരോഷിമയായിട്ട് അതിന് കണക്ഷൻ ഒന്നുമില്ല, പക്ഷെ ജർമ്മനിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ഗെസ്റ്റാപ്പോ. എന്താണ് കണക്ഷൻ? എന്താ പറ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗെസ്റ്റാപ്പോയെ കുറിച്ച്. സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് കണക്റ്റഡ് ആണ്. പറ, എന്താണ് ഗെസ്റ്റാപ്പോ? ഗെസ്റ്റാപ്പോ എന്ന് പറയുന്നത് ഇവരുടെ ആരുടെ, നമ്മളുടെ ജർമ്മനിയുടെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സീക്രട്ട് പോലീസാണ് ഗെസ്റ്റാപ്പോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് ചാരപരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്ന സീക്രട്ട് പോലീസ്, അതാണ് എന്ത്, ഗെസ്റ്റാപ്പോ. ഈ ഗെസ്റ്റാപ്പോ ആണ് ജൂതന്മാരൊക്കെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു, പിടിച്ചിട്ടുണ്ടായിരുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടീമാണ് ആര്, ഈ ഗെസ്റ്റാപ്പോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് ഹിറ്റ്ലർ ആണ്, ഗെസ്റ്റാപ്പോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ മറ്റൊരു പോലീസ്, ഹിറ്റ്ലറുടെ ആർമിയാണ് എന്ത്, ബ്രൗൺ ഷർട്ട്സ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലറിന്റെ ആർമി, ബ്ലാക്ക് ഷർട്ട്സ്, സോറി, റെഡ് ഷർട്ട്സ് ഇവരുടെ. ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ, റെഡ് ഷർട്ട് റെഡ് ഷർട്ട് മാവോന്റെ ആർമിയാണ് റെഡ് ഷർട്ട്. ബ്ലാക്ക് ഷർട്ട്സ് ഉണ്ട്. ബ്ലാക്ക് ഷർട്ട്സ് ഇയാളുടെ മുസോളിനിയുടെ ആർമിയാണ് ബ്ലാക്ക് ഷർട്ട്. റെഡ് ഷർട്ട് ഇതേപോലെ റെഡ് ഷർട്ടുകൾ ഇയാളുടെ ഗരിബാൾഡി.
യെസ്, ഗരീബാൾഡി ജർമ്മനിയെ സ്വതന്ത്ര ജർമ്മനി യൂണിഫൈഡ് ജർമ്മനി ആക്കിയിട്ടുണ്ടായിരുന്ന ആളാണ് ബിസ്മാർക്ക്. സോറി, ബിസ്മാർക്കോ ഗരീബാൾഡിയോ ഒരാളാണ്. അയാളാണ് റെഡ് ഷർട്ടുകൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബിസ്മാർക്കാണ് റെഡ് ഷർട്ടുകളുടെ നേതൃത്വം. യെസ്, അത് ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത് ഇയാളുടേതാണ്. ആരുടേതാണ്? നമ്മളുടെ ഗരീബാൾഡി. ഓക്കെ, ഗരീബാൾഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സീക്രട്ട് പോലീസ് ആർമിയാണ് ഈ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, റെഡ് ഷർട്ട്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഷർട്ട് മുസോളനി, ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ, റെഡ് ഷർട്ട് ഗരീബാൾഡി. ഓക്കെ, മാവോയോ ബിസ്മാർക്കൊന്നും അല്ല. ഗരീബാൾഡി ഇറ്റലിയെ യൂണിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്, ഇറ്റലിയെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്ന ആളാണ്. ഇറ്റലിയിൽ ഒരു ഏകീകൃത ഭരണകൂടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആളാണ് ആര്? ഇയാള് ഗരീബാൾഡി. ഓക്കെ, അപ്പോ ഗരീബാൾഡി ആണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്? ഈ റെഡ് ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഹിറ്റ്ലറുടെ പോലത്തെ ഒരു ആർമി പോലീസ് ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹമാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്, ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം. ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന വർഷം ഏതാണ്? 1947 ഓഗസ്റ്റ് 15, 1948 ഡിസംബർ 10, 1945 ഒക്ടോബർ 25, 1946 ഒക്ടോബർ 20. പറഞ്ഞോ, ഇതിൽ ഏത് വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചിട്ടുള്ളത്? വളരെ സിമ്പിൾ ആണ്, ചിന്തിക്കാനൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാം ഏത് ദിവസമാണ് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. നിങ്ങൾ എല്ലാവരും അത് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും. സ്കൂളുകളിൽ അത് ആഘോഷിക്കാറുണ്ട്. സ്കൂളുകളിൽ അത് ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരിക്കാം. സോ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആഘോഷിക്കുന്ന ഡിസംബർ 10-നാണ്. ഓക്കെ, സോ 1948 ഡിസംബർ 10-നാണ് ഐക്യരാഷ്ട്ര സംഘടന എന്താക്കിയിട്ടുണ്ടായിരുന്നത്? മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത്, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഓക്കെ, ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഡിസംബർ മാസം 10-നാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. 1948. ഓക്കെ, മറക്കരുത്. UN രൂപീകരിച്ചു 3 വർഷത്തിന് ഇപ്പുറം. ഓക്കെ, 48 ഡിസംബർ മാസം 10-ാം തീയതി. ദെൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ ഏത് ദേശക്കാരനാണ്? 2007 ചോദ്യമാണ്. പറഞ്ഞോ, 2007 ചോദ്യം, HSA സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിലുള്ള ചോദ്യം. ബാൻ കി മൂൺ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാൻ കി മൂണിന്റെ അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ UN സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ബാൻ കി മൂൺ. ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഒരാൾ കൂടെയാണ് ബാൻ കി മൂൺ. സോ 2007 മുതൽ 2013 വരെയൊക്കെ അങ്ങനെ നീണ്ട ഒരുപാട് വർഷക്കാലം ഇതിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുണ്ടായിരുന്ന UN ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുണ്ടായിരുന്ന ആളാണ് ഈ ബാൻ കി മൂൺ. ബാൻ കി മൂൺ ഏത് നേട്ടക്കാരനാണെന്നാണ് ചോദ്യം. ചൈനക്കാരനാണോ, ദക്ഷിണ കൊറിയക്കാരനാണോ, ജപ്പാൻകാരനാണോ, വിയറ്റ്നാംകാരനാണോ എന്നാണ് ചോദ്യം. ബാൻ കി മൂൺ പറഞ്ഞോ, ഏത് നാട്ടുകാരനാണ് ബാൻ കി മൂൺ? ബാൻ കി മൂൺ ദക്ഷിണ കൊറിയക്കാരനാണ് ബാൻ കി മൂൺ. ഓക്കെ, സൗത്ത് കൊറിയക്കാരനാണ് ബാൻ കി മൂൺ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ബാൻ കി മൂൺ ഏത് നാട്ടുകാരനാണ്? ദക്ഷിണ കൊറിയക്കാരനാണ്. ദെൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണങ്ങളിൽ ഏത് അധ്യായത്തിലാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക് സമാധാന മാർഗം വിവരിക്കുന്നത്? ഒരു ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് സമാധാന മാർഗം വിവരിക്കുന്നത്, സമാധാന മാർഗത്തെ കുറിച്ചിട്ട് പറയുന്നത് ഏത് അധ്യായത്തിലാണ് എന്നാണ് ചോദ്യം. 2007 മലയാളം മീഡിയത്തിലുള്ള ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 3-ാം അധ്യായം, 1-ാം അധ്യായം, 2-ാം അധ്യായം, 4-ാം അധ്യായം. പറഞ്ഞോ, ഏത് അധ്യായത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏത് പ്രമാണത്തിലാണ്, അതിന്റെ ഏത് അധ്യായത്തിലാണ് ഈ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ഇത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സമാധാന മാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതിലാണ്? 4-ാം അധ്യായത്തിലാണ്, 4th ചാപ്റ്ററിലാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്, ശ്രദ്ധിക്കാം. 4th അധ്യായം. ഓക്കെ, അതിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണങ്ങളിൽ, അതിലാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക്, അത് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോ ഒരു രാജ്യം മറ്റൊരു രാജ്യം ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്താക്കണം? ആ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം പുലർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയും.
അപ്പൊ അത് ചർച്ച ചെയ്യുന്ന അധ്യായം എന്ന് പറയുന്നത് 4-ാമത്തെ അധ്യായമാണ്. ദെൻ 2022 HSA സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിലുള്ള ചോദ്യമാണ്. 1951 പ്രവർത്തനം അവസാനിപ്പിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യൽ ഏജൻസി ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, 1951 പ്രവർത്തനം അവസാനിപ്പിച്ചത് അത് ഏതാണ് എന്നാണ് ചോദ്യം. ILO, IMCO, ITU, IRO പറഞ്ഞോ, ഇതിൽ ഏതാണ്? ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷൻസിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PSC ഈ ഒരു ചോദ്യം. സോ 1951 പ്രവർത്തനം അവസാനിപ്പിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UNNRA ആണ്, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ. അതായത് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾക്ക് റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു സംഘടന. അതാണ് എന്ത് ഈ UNRRA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. ദെൻ UN ചാർട്ടർ അംഗീകരിച്ച വർഷം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2016 HSA സോഷ്യൽ സയൻസ് തമിഴ് മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. UN ചാർട്ടർ എന്ന് പറഞ്ഞാൽ UN കോൺസ്റ്റിറ്റ്യൂഷൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. 944 ഒക്ടോബർ, 947 ഒക്ടോബർ, 945 സെപ്റ്റംബർ, 945 ജൂൺ. സോ 944 ഒക്ടോബർ അല്ല, 947 ഒക്ടോബറും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അപ്പോ 944 എന്തായിട്ടുണ്ട്? 944 UN ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ 947 ആകുമ്പോഴത്തേന് UN ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം ഉള്ളത്, 945 സെപ്റ്റംബർ, 945 ജൂൺ. പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതാണ് UN ചാർട്ടർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന വർഷം ഏതാണ്? അതായത് ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 945 ജൂൺ മാസമാണ്. കാരണം 945 ജൂൺ മാസം 26-ാം തീയതിയാണ് എന്താവുന്നത് UN ചാർട്ടർ അംഗീകരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ 945 സെപ്റ്റംബറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. ആ 945 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് എന്താക്കുന്നത് ജപ്പാൻ സറണ്ടർ ചെയ്യുന്നത്. ജപ്പാൻ യുദ്ധത്തിലായിരുന്നു. അണുബോംബ് ഇട്ടിട്ടും അമേരിക്ക അണുബോംബ് ഇട്ടിട്ടും ഓഗസ്റ്റിൽ അണുബോംബ് ഇട്ടിട്ടും ജപ്പാൻ എന്താക്കിയിട്ടുണ്ടായിരുന്നു? യുദ്ധം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ജപ്പാൻ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നത് ഈ ദിവസമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, സെപ്റ്റംബർ മാസം 2-ാം തീയതി 1945. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഈ UN ചാർട്ടറിൽ യുഎന്നിന്റെ ഒബ്ജക്റ്റീവ്സ്, കാര്യങ്ങൾ, യുഎന്നിന്റെ എയിം എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഈ UN ചാർട്ടർ ശരിക്കും തയ്യാറാക്കിയ ആളുകൾ അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ്, സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട്. അപ്പൊ ആ മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ജൂൺ മാസം 26-ാം തീയതി 1945-ലാണ്. അതിൽ പറയുന്നുണ്ട് യുഎന്നിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് ആണ്, സെക്യൂരിറ്റി ആണ്, കോപ്പറേഷൻ ആണ്. അതായത് അതിന്റെ സഖ്യരാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷൻ ഒക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് യുഎന്നിന്റെ ചാർട്ടറിൽ. ഇന്റർനാഷണൽ പീസ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പീസ്ഫുള്ളി അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്നതൊക്കെയാണ് ഇതിന്റെ എന്താ പറയുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രത്യേകതകള്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാർട്ടറിൽ വെച്ചിട്ടാണ് അതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് പറയുന്നത്. ആ സ്ട്രക്ചറിൽ പറയുന്നുണ്ട് യുഎന്നിന്റെ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, യുഎന്നിന് ഒരു മറ്റേ UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു എന്താ പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ യുഎന്നിന്റെ ചാർട്ടറിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് യുഎന്നുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് UN ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ 2016 തമിഴ് മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം HSC സോഷ്യൽ സയൻസിന്, എപ്പോഴാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, 946 ഒക്ടോബർ, 945 ഒക്ടോബർ, 947, 980 ജനുവരി 3. പറഞ്ഞോ, എപ്പോഴാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും UN ഫോം ചെയ്ത അതേ സമയത്ത് തന്നെ
എന്തായിട്ടുണ്ട്, UN ഫോം ചെയ്യപ്പെട്ട അതേ സമയത്ത് തന്നെ ഇന്ത്യ അതിൽ അംഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ ഇന്ത്യ അതിൽ അംഗമായിട്ടുള്ളത് എപ്പോഴാണ്? UN ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് 1945 എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിലുള്ള ബാക്കി ഓപ്ഷൻസ് എല്ലാം എന്താണ്? തെറ്റാണ്. 1946 ഒക്ടോബർ തെറ്റാണ്, 1947 തെറ്റാണ്, 1950 തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1945. 1945 ഒക്ടോബറിൽ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് UN ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ് ഇന്ത്യ. പക്ഷെ എന്തില്ല, ഇന്ത്യക്ക് സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർഷിപ്പ് ഇല്ല, ടെമ്പററി മെമ്പർഷിപ്പേ ഇന്ത്യക്ക് ഉള്ളൂ. ഓക്കെ, പക്ഷെ ഫൗണ്ടിങ് മെമ്പറാണ് ഇന്ത്യ, പക്ഷെ എന്തില്ല, മെമ്പർഷിപ്പ് ഇല്ല, പെർമനന്റ് മെമ്പർഷിപ്പ് ഇല്ല. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 50ഓളം രാജ്യങ്ങൾ എന്തായിട്ടുണ്ട് എന്നറിയോ? ഈ UN ഫോം ചെയ്ത സമയത്ത് അതിന്റെ ഭാഗമായിട്ടുണ്ട് 50ഓളം രാജ്യങ്ങൾ. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യം 2022 HSC സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ സെക്യൂരിറ്റി കൗൺസിൽ 2 തരത്തിലുള്ള മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് പെർമനന്റ്, 2 ടെമ്പററി, അല്ലെ? പെർമനന്റ് ആയിട്ടുള്ള ആൾക്കാർ 5 ആൾക്കാരുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാർ ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ അമേരിക്ക, റഷ്യ. ഇങ്ങനെ 5 രാജ്യങ്ങളാണ് അതിലെ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്, അല്ലെ? അപ്പോ പിന്നെ നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗ്രീസ്, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നോൺ പെർമനന്റാ. മനസ്സിലായി? അപ്പൊ ഇന്ത്യ നോൺ പെർമനന്റ് മെമ്പറാ. ഇന്ത്യ കുറെ കാലങ്ങളായി എന്താക്കുന്നത്, പെർമനന്റ് മെമ്പർഷിപ്പ് വേണം എന്ന് പറയും. പക്ഷെ ഇന്ത്യക്ക് ടെമ്പററി മെമ്പർഷിപ്പ് ആണല്ലോ, നോൺ പെർമനന്റ് മെമ്പറാണ് ഇന്ത്യ. മനസ്സിലായി? അപ്പോ താൽക്കാലിക അംഗമാണ് ഇന്ത്യ. അപ്പോ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എപ്പോഴാണെന്നാണ് ചോദ്യം. എത്രയാണ് കാലാവധി എന്നാണ് ചോദ്യം? 3 വർഷമാണോ, 2 വർഷമാണോ, 4 വർഷമാണോ, 5 വർഷമാണോ എന്നാണ് ചോദ്യം. ഏതാണ്? പറയൂ, എത്ര വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്? 2 വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. 2 വർഷമാണ് ഇന്ത്യക്ക് കൗൺസിലിൽ മെമ്പർ ആവാൻ പറ്റും. പിന്നെ കണ്ടിന്യൂ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക, പക്ഷെ 2 വർഷത്തേക്കാണ് അതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാറ് എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫ്യൂഡലിസത്തിന്റെ നാശം എളുപ്പമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണ്? 2009 മലയാളം മീഡിയം HSC സോഷ്യൽ സയൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ സിലബസിൽ ഇതിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നൊന്നുമില്ല. കാരണം സിലബസിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ടോപ്പിക് ഒന്നും മൊഡ്യൂൾ നമ്പർ 1 കൊടുത്തിട്ടില്ല. ഫ്യൂഡലിസത്തെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പുതിയ സിലബസിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ 2009 സിലബസിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ പുതിയ സിലബസിൽ ഫ്യൂഡലിസത്തെ കുറിച്ചിട്ട് പറയുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും ഞാൻ ആ ചോദ്യം കൊണ്ടുവന്നിട്ടുള്ളതാണ്. 2009 ചോദ്യമാണ്, ഫ്യൂഡലിസത്തിന്റെ നാശം എളുപ്പമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണ്? വ്യവസായ വാണിജ്യത്തിന്റെ തകർച്ച, പ്രഭുക്കന്മാരുടെ ശക്തിക്ഷയം, അടിമകളുടെ ശാക്തീകരണം, അതുപോലെ തന്നെ കൃഷിയുടെ വ്യാപനം. പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതാണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം? ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം അടിമകളുടെ ശാക്തീകരണമാണ്. ഓക്കെ, അടിമകൾ ശക്തി പ്രാപിച്ചു. അവര് ഫ്യൂഡൽ ലാൻഡ് ലോഡുകൾക്കെതിരെ അവർ പോരാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ അതോട് കൂടിയിട്ട് ഇത് അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അടിമകളുടെ ശാക്തീകരണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ 2009 മലയാളം മീഡിയത്തിലെ മറ്റൊരു ചോദ്യമാണ് HSC സോഷ്യൽ സയൻസിലെ ചോദ്യം. എങ്ങനെയാണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. മെഹമ്മദ് സെക്കൻഡ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് തുർക്കിക്കാരനായിട്ടുള്ള ഓട്ടോമൻ തുർക്കി. ഇവരാണ് പിന്നീട് ഇസ്താംബൂളൊക്കെ പിടിച്ചെടുക്കുന്നത്. ഇവരാണ് ഓട്ടോമൻ എംപയർ സ്ഥാപിക്കുന്നത്. അപ്പോൾ മെഹമ്മദ് സെക്കൻഡ് എന്ന് പറയുന്ന ആളാണ് തുർക്കികൾക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിള്, ബൈസന്റൈൻ എംപയറിന്റെ, കിഴക്കൻ റോമൻ എംപയറിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്നത്തെ അതിന്റെ പേരാണ് എന്ത്? ഇസ്താംബൂള്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് പണ്ട് ബൈസാന്റൈനിയം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പട്ടണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. ഓക്കെ, സോ കോൺസ്റ്റാന്റിനോപ്പിൾ ഇവര് കീഴടക്കിയത് എന്നാണ് ചോദ്യം. 1543, 1345, 1483, 1443. പറഞ്ഞോ, ഇതിൽ ഏത് വർഷമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്ന വർഷം എന്ന് പറയുന്നത് 1483. ശ്രദ്ധിക്കുക. ഓക്കെ, മറക്കരുത്, ഓർത്തിരിക്കുക. ദെൻ
വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, 2009 ചോദ്യമാണ്. HSC സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനെ കുറിച്ചിട്ടും നിങ്ങളുടെ സിലബസിൽ പറയുന്നൊന്നുമില്ല. ഇത് ശരിക്കും ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന റവല്യൂഷൻ ആണ്, ഗ്ലോറിയസ് റവല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ബ്ലഡ് ലെസ് റവല്യൂഷൻ ആണ്, മഹത്തായ രക്തരഹിത വിപ്ലവം. അതിനെ കുറിച്ചിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഈ ഗ്ലോറിയസ് റവല്യൂഷൻ, അല്ലെങ്കിൽ ബ്ലഡ് ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം. അപ്പൊ അത് യൂറോപ്പില് ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതും ഔട്ട് ഓഫ് സിലബസ് ആണ്. നമ്മളെ സിലബസിൽ ഇത് പേരെടുത്ത് പറയുന്നൊന്നുമില്ല. ഓക്കെ, സോ 1678, 1680, 1768, 1688. പറഞ്ഞോ എപ്പോഴാണ്? ഇതോട് കൂടിയിട്ടാണ് അവിടെ ഇംഗ്ലണ്ടിൽ ഭരണം മാറുന്നത്. ട്യൂഡർ ഡൈനാസ്റ്റിയുടെ എന്നേക്കുമായിട്ടുള്ള രാജഭരണം അവസാനിക്കുന്നു. പാർലമെന്റിന് കൂടുതൽ ശക്തി അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ അവിടുത്തെ രാജാവിനെ പുറത്താക്കുന്നുണ്ട്. ഒരു തുള്ളി രക്തം പോലും അവിടെ ചിന്താൻ ഇടയായിട്ടുണ്ടായിരുന്നില്ല. അട്ടിമറിയിലൂടെ രാജാവിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. 1688 അത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ലോക വ്യാപാര സംഘടനയുടെ ഉദ്ദേശം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം എന്താണ്? 2007 HSC മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പറഞ്ഞോ എന്താണ്? ലോക വ്യാപാര സൗഹൃദം, അന്താരാഷ്ട്ര കച്ചവട പ്രോത്സാഹനം, വ്യാപാരം, അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ നീക്കി അന്താരാഷ്ട്ര വ്യാപാരം പുഷ്ടിപ്പെടുത്തല്, വ്യാപാര കേന്ദ്രം സ്ഥാപിക്കൽ. ഏതാണ് WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്, ലക്ഷ്യത്തിൽ ഒന്നാണെന്ത്? ഈ നിയന്ത്രണങ്ങൾ നീക്കിയിട്ട് ഇന്റർനാഷണൽ വ്യാപാരം പുഷ്ടിപ്പെടുത്തൽ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇതോട് കൂടിയിട്ട് നമ്മളുടെ PYQ ഡിസ്കഷൻ, വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ PYQ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.